ഷാർജയിൽ വാട്ടർ ഇലക്ട്രിസിറ്റി ബിൽ വർദ്ധിക്കുന്നു. സേവാ ബില്ലിൽ ഇനി മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെയും വൈദ്യുതിയുടെയും ബില്ലിന് പുറമെ ഒരു വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് ചാർജ് എന്നുള്ള രീതിയിലാണ് നിശ്ചിത തുക ഈടാക്കുക എന്ന് അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ ചേർന്ന യോഗത്തിലാണ് ഇങ്ങനെ ഒരു സുപ്രധാനമായ തീരുമാനം എടുത്തിരിക്കുന്നത്. വരുന്ന ഏപ്രിൽ 1-ാം തീയതി, അതായത് 2025 ഏപ്രിൽ 1-ാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഇതിൻ്റെ ഒരു തോത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, അതായത് 1 ഗാലൻ വെള്ളത്തിന് 1.5 ഫിൽസ് എന്നുള്ള രീതിയിലായിരിക്കും ഈടാക്കുന്നത്. എന്ന് പറയുമ്പോൾ ഏകദേശം 3.8 ലിറ്റർ വെള്ളത്തിന് 1.5 ഫിൽസ് എന്നുള്ള രീതിയിലായിരിക്കും ഈ വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് ചാർജ് ഈടാക്കുക. സ്വദേശികളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഏപ്രിൽ 1-ാം തീയതി മുതൽ ഷാർജയിൽ താമസിക്കുന്ന ആളുകൾക്ക് വാട്ടർ ഇലക്ട്രിസിറ്റി ബില്ലിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. വാട്ടർ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുന്ന ഒരു കാര്യം ഷാർജയിൽ നിന്ന് വന്നതോടൊപ്പം തന്നെ അല്പം ആശ്വാസമുള്ളൊരു വാർത്ത കൂടി ഷാർജയിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്. കുറഞ്ഞ ചെലവിൽ മികച്ച വിദ്യാഭ്യാസം നൽകുന്ന രീതിയിലുള്ള ഏതാനും പദ്ധതികൾ ഒരുപക്ഷെ നിലവിൽ വന്നേക്കും. ഫെബ്രുവരി 23-24 തീയതികളിൽ ഷാർജയിൽ നടക്കുന്ന ഷാർജ ഇന്റർനാഷണൽ സമ്മിറ്റ് ഫോർ എഡ്യൂക്കേഷണൽ ഇംപ്രൂവ്മെന്റ് ഈ പ്രോഗ്രാമിലാണ് മുഖ്യ ചർച്ചയ്ക്കായി ഇങ്ങനെ ഒരു വിഷയം എടുത്തിരിക്കുന്നത്. അപ്പോൾ ചുരുങ്ങിയ ഒരു ചെലവിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കാനുള്ള വിവിധ പദ്ധതികളെക്കുറിച്ചായിരിക്കും ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. ഭക്ഷ്യമേഖലയുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000-കണക്കിന് ആളുകൾ ഒത്തുചേരുന്ന ഗൾഫ് ഫുഡിൻ്റെ വേദിയിൽ ഒരു മാറ്റം വരുത്തുന്നു. 31-ാമത് എഡിഷനാണ് അടുത്ത വർഷം വരുന്നത്. 2026 ജനുവരി 26 മുതൽ 30-ാം തീയതി വരെ ഗൾഫ് ഫുഡ് നടക്കുക. സാധാരണ നടന്നു വന്നതുപോലെ വേൾഡ് ട്രേഡ് സെന്ററിൽ മാത്രമല്ല, എക്സിബിറ്റേഴ്സിൻ്റെ ഒരു ആവശ്യം അനിയന്ത്രിതമായി വർദ്ധിച്ച ഒരു സാഹചര്യത്തിലാണ് വേദി വിപുലമാക്കി ഒരേ സമയം 2 വേദികളിൽ എന്നുള്ളൊരു രീതിയിൽ ഗൾഫ് ഫുഡ് നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന് പഴയതുപോലെ തന്നെ വേൾഡ് ട്രേഡ് സെന്ററിലും മറ്റൊന്ന് ദുബായ് എക്സ്പോ സിറ്റിയിലുള്ള ദുബായ് എക്സിബിഷൻ സെന്ററിലുമായിരിക്കും. ഒരേ സമയത്ത് തന്നെയായിരിക്കും ഈ 2 വേദികളിലും ഗൾഫ് ഫുഡ് നടക്കുക. അതുകൊണ്ട് തന്നെ ഈ 31-ാമത് എഡിഷൻ 2026 ജനുവരി 26 മുതൽ 30-ാം തീയതി വരെ നടക്കുന്ന ഗൾഫ് ഫുഡ് എല്ലാം കൊണ്ടും വ്യത്യസ്തമായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് 2025 ഫെബ്രുവരി 11-ാം തീയതി ചൊവ്വാഴ്ച.